ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനേ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പം എനിക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കണ ഒരു കൊതി വന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മോമോസ് ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് മോമോസ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇച്ചിരി ജിഞ്ചർ, ഇച്ചിരി ഗാർലിക്ക്. ഇത് ഇത്രയും നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിനകത്ത് കുറച്ച് ഞാൻ ബ്രസ്റ്റാണ് എടുത്തത് കേട്ടോ, ചിക്കൻ്റെ ബ്രസ്റ്റ് നല്ലതുപോലെ ഒന്ന് അരച്ചൊന്നെടുക്കുക. എന്നിട്ട് ഈ കൂട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമ്മൾ ഈ ചിക്കനകത്തോട്ട് ആഡ് ചെയ്യുക. ഞാൻ വേവിക്കാതെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചിലർക്ക് വേവിച്ചു കൊടുക്കാം, ഞാൻ വേവിക്കാണ്ടാണ് പച്ചക്കായിട്ടുള്ള ചിക്കനാണ് എടുത്തത്. എന്നിട്ട് അതിനകത്ത് കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. ഞാൻ ഒരുപാട് അങ്ങ് പൊടിച്ചിട്ടില്ല, കുറച്ച് ക്രഷ്ഡായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നാരങ്ങാനീരും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. പിന്നെ ഞാൻ മൈദാമാവ്, കുറച്ച് വെള്ളവും ഇച്ചിരി ഉപ്പും ഇച്ചിരി ഓയിലും കൂടെ ചേർത്ത് ഓൾറെഡി ഞാൻ ഒന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വലിയൊരു റൗണ്ട്, അധികം കട്ടിയാവാൻ പാടില്ല, അധികം നൈസ് ആവാനും പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് ഒരു സ്പൂൺ ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് വെച്ചിട്ട് സാരിയുടെ ഞുറു ചൊയ്യുന്ന കണക്കൊന്ന് ഞുറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഉണ്ടാ ഇങ്ങനെ വേണം ഞുറിഞ്ഞു കൊടുക്കാനേ. ഒരു ഏകദേശം ഷേപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മൊത്തം ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടേ. കുറച്ച് മോമോസിൻ്റെ ഷേപ്പും ബാക്കി കുറച്ച് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഷേപ്പിലാണ് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ മുമ്പ് ഞാനൊരു കുഴക്കട്ട വീഡിയോ ചെയ്തില്ലേ, അതിനകത്ത് ഞാൻ ഈ സ്റ്റീമർ വെച്ചിട്ടാണ് ഒന്ന് പുഴുങ്ങിയെടുത്തത്. അതേപോലെ നമുക്ക് ഈ മോമോസും ഇതിനകത്ത് തന്നെ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം. അല്ല, നമ്മുടെ വേറെ പാത്രങ്ങളില്ലല്ലോ, ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ എല്ലാം. അപ്പം ഇതും അതുപോലെ വെച്ചിട്ട് നല്ലതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആഹാ, ഞാൻ പിന്നെ ചട്നി ഉണ്ടാക്കി കേട്ടോ. ചട്നിയുടെ വീഡിയോ ഞാനത് ചെയ്തിട്ടില്ല, പക്ഷെ എന്തായാലും അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ഈ സോസ് ഉണ്ടാക്കിയിട്ട് സോസിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഒരു വട്ടങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.